തന്നിലെ ബലിപീഠം കാൽവരി മലയിലെ ക്രൂശുമരം യേശുവിൻ ബലിയുടെ സമയമിതാ സ്നേഹത്തിൻ കൂദാശ തൻ സമയം അൾത്താര തന്നിലെ ബലിപീഠം കാൽവരി മലയിലെ ക്രൂശുമരം യേശുവിൻ ബലിയുടെ സമയമിതാ സ്നേഹത്തിൻ കൂദാശ തൻ സമയം സ്വർഗമിതായിവിടെ മാലാഖ വൃന്ദവുമായി മറിയമിതാ വിശുദ്ധരിതാ ഈയൽ താരയിൽ സ്വർഗമിതായിവിടെ മാലാഖ വൃന്ദവുമായി മറിയമിതാ വിശുദ്ധരിതാ ഈയൽ താരയിൽ. വിശുദ്ധേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾക്കൊപ്പം കണ്ണുകളടയ്ക്കാം. ഓശാന ഗീതികളാൽ ജെറുസലേം വീഥികളിലൂടെ കർത്താവ് കടന്നു വന്ന ദിവസമാണ് ഓശാന. നമ്മുടെ കർത്താവിനെ നമുക്കും ഇന്ന് ദിവസം സ്വീകരിക്കാം. നമ്മുടെ നാവുകൾ കൊണ്ട് കർത്താവിന് ജയഗീതങ്ങൾ പാടി പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തോട് കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ കരുണയുണ്ടാകണമേ എന്ന് അന്ന് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ഇന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിനമായിട്ട് മാറട്ടെ. കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാർത്ഥമായി സ്വീകരിക്കാം, നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കാം. കർത്താവിനെ മഹത്വം കൊടുക്കുന്ന ദിവസമായിട്ട് മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സുഖം ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹത്വത്തിന്റെ രാജാവായ മിശിഹായ വിനീതനായ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിനക്ക് അവസാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. അവസാന പാടിയതിനെതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട്
നിന്നെതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സഹനത്തിലും മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേർന്ന് ഈ പെസഹ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവന് ശുശ്രൂഷ ചെയ്യുവിൻ. കർത്താവാഗതനാകുമ്പോൾ നീതിമാന്മാർ മഹത്വമണിഞ്ഞെതിരേൽപ്പിനായി അണയുന്നു, മേഘനിരകളിലേക്ക് പറന്നുയരുന്നു. കീർത്തനമാലപിച്ചുകൊണ്ട് തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ, അവനാണ് നമ്മുടെ ദൈവവും കർത്താവും എന്ന് അറിയുവിൻ. നാം അല്ല, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവന്റെ ജനവും മേച്ച് സ്ഥലത്തെ അജഗണവുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവന്റെ വാതിലുകൾ കടക്കുവിൻ, കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. അവന് നന്ദി പറയുവിൻ, തിരുനാമം വാഴ്ത്തി പുകഴ്ത്തുവിൻ. എന്തെന്നാൽ കർത്താവ് നല്ലവനാകുന്നു, അവന്റെ കൃപ ശാശ്വതമാകുന്നു, വിശ്വസ്തത തലമുറകളോളം നീളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവനെ ശുശ്രൂഷ ചെയ്യുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിത്യം ജീവിക്കുന്നവനായ അങ്ങേക്കും പരിശുദ്ധനായ അങ്ങയുടെ അഭിഷിക്തനും ജീവദായകനായ ദിവ്യാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ. കാഹളമോതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവന പാദം നമിച്ചിടുവിൻ. പൂക്കൾ വിരിക്കുവിൻ, വീതിയൊരുക്കുവിൻ, വിണ്ടലനാഥനെഴുന്നള്ളുന്നു. ആനന്ദഗാനങ്ങളെങ്ങും മുഴങ്ങട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിയിടട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിയിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുരുത്തോലകൾ വെഞ്ചിരിക്കുകയാണ്, കരങ്ങൾക്കൊപ്പം കണ്ണുകളടച്ച് നിമിഷം ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുന്ന നിമിഷം. കഴിഞ്ഞൊരു വർഷം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും. ഉള്ളിൽ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ ജയഗീതികൾ പാടാം. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ രാജനുമായ മിശിഹായെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറുസലേം പട്ടണത്തിലേക്കുള്ള ആഘോഷപൂർവ്വമായ നിന്റെ പ്രവേശനത്തിന്റെ ഓർമ്മ കൊണ്ടാടുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തിൽ കൺപാർക്കണമേ. സൈത്തിൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് നിന്നെതിരേറ്റവരെ അനുഗമിച്ച മിശിഹായെ, നിന്റെ വലതുകരം നീട്ടി കുരുത്തോലകളെ ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോല സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥാപനങ്ങളെയും നിന്റെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. ഓശാന പാടിയെന്ന് നിന്നെ എതിരേൽക്കുന്ന ഞങ്ങൾ മഹത്വപൂർണമായ നിന്റെ പ്രത്യാഗമനത്തിൽ നിന്നെതിരേൽക്കുവാനും സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിച്ച് ആനന്ദപൂർവ്വം നിന്നെ സ്തുതിക്കുവാനും അർഹരാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓശാന ഓശാന, ദാവീദിൻ സുതനോശാന, ഓശാന. കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. വിണ്ണിൻ പൂവേദിയിലോശാന, ദാവീദിൻ സൂനുവിനോശാന, ഓശാന. ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു. പുതുമലരും തളിരിലയും നാഥനു ജയഗാനം പാടുന്നു, നാഥനു ജയഗാനം പാടുന്നു. ഓശാന. മഹേശ്വരാ, നിൻ സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം. മനോജ്ഞമാം നിൻ ഗീതികൾ പാടാൻ കഴിഞ്ഞ നാവിനു സൗഭാഗ്യം. നൂറു നൂറു
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സിദ്ധന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കൾ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന തിരുകുവാൻ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമവോന്നതമം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വന്തമായിട്ടിരിക്കാം. തിരുവചന വായനകളാണ്. ശ്രദ്ധാപൂർവം ധ്യാനാത്മകമായിട്ട് വായനകൾ ശ്രവിക്കുക. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 49, വാക്യങ്ങൾ 8 മുതൽ 12 വരെയും 22 മുതൽ 26 വരെയും. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. യൂദ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവൻ ഒരു സിംഹത്തെ പോലെയും സിംഹിയെ പോലെയും പരുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. നീരുറവയ്ക്കരികെ നിൽക്കുന്ന സമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ, തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വത ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്.
അവ ജോസഫിന്റെ ശിരസിൽ തന്റെ സഹോദരിൽ നിന്ന് വേർപെട്ടിരുന്നവന്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന. സഹോദരനെ, സക്രിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, അധ്യായം 11, 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറെ പേരെയെങ്കിലും രക്ഷിക്കാനും എനിക്കിടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാരം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായി നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെന്ന ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, 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 പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മനോജ്ഞം നിൻ തിരുനാമം കർത്താവേ, ഭൂമിയിലെങ്ങും നിന്റെ മഹത്വം വാനിനുമീതെ കീർത്തിതമാണെന്നറിവൂ ഞങ്ങൾ. നിന്നുടെ ചിന്തയിലെത്താൻ മാത്രം എന്തൊരു മേന്മ മനുഷ്യനിലുള്ളൂ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽ
ഹല്ലേലൂയ പാടാമൊന്നായി ഹല്ലേലൂയ 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 പാടാമൊന്നായി ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമതായ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 21 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമരക്കരികെയുള്ള ബെത്ഫഗയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കിട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനിയാദിനത്തിനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്നും ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്ത് വിളിച്ചു: ദാവീദിന്റെ പുത്രൻ ഹോസാന, കർത്താവിൻ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വച്ച. ആരാണിവനെന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവേദിച്ചു, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും മന്ദിരങ്ങളിൽ നീ സ്തുതി ഒരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഹോസാന തിരുനാൾ ദിവസം യേശുവിനെ മഹത്വപ്പെടുത്തേണ്ട ജീവിതങ്ങളാണ് നമ്മുടെയൊക്കെ. എനിക്ക് എൻ്റെ യേശുവിനെ മഹത്വപ്പെടുത്താൻ, പ്രഘോഷിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതം കൊണ്ട് യേശു ആഗ്രഹിക്കുന്നതാണ് എനിക്ക് നൽകിയ ഓരോ കൃപകളും കർത്താവിനെ ഓർത്ത് മഹത്വപ്പെടുത്താൻ മനസ്സുണ്ടാകണമെന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് ഈ ഹോസാന ഞായറാഴ്ച നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ ഓർക്കേണ്ട 3 കാര്യങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: യേശു ഈ കഴുതക്കുട്ടിയെ അടുത്ത ഗ്രാമത്തിൽ നിന്നാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അടുത്ത ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. യേശു കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകേണ്ടത്. നീ എവിടെയായിരുന്നാലും നിന്നെ കാണുന്ന കർത്താവ്. നഥാനിയേൽ അത്തിമരത്തിന്റെ ചൂട്ടിലിരുന്നപ്പോൾ യേശു കണ്ടു. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീ, ഈ രക്തസ്രാവക്കാരി സ്ത്രീ ആരും അറിയാതെ കർത്താവിനെ തുടരണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും അറിയാതെ തുടരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവൾ യേശുവിൻ്റെ അരികിലേക്ക് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നു ചെന്നു. ആരും അറിയണ്ട. കുറെ വൈദ്യന്മാരുടെ അടുത്തൊക്കെ അവൾ പോയി. പക്ഷേ എന്നിട്ടും സുഖപ്പെട്ടില്ല. അവസാനം യേശുവിനെ തൊട്ടു കഴിഞ്ഞപ്പോൾ യേശു അറിഞ്ഞു, അവളെ കണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. നീ ഏത് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലിരുന്നാലും നിന്റെ ഉള്ളിലിരുന്ന് വിശ്വാസത്തോടെ നെഞ്ചുപൊട്ടി ഒന്ന് കരഞ്ഞാൽ നിന്നെ കാണുന്നൊരു കർത്താവുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, യേശുവിനെ കാണുന്നുണ്ടോ, യേശുവിനെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴുതക്കുട്ടിയെ അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെയും എവിടെയായിരുന്നാലും യേശുവിനെ അറിയാം. യേശു വ്യക്തമായിട്ട് നിന്നെ കാണുന്നുണ്ടോ, നിന്റെ ഓരോ പ്രവൃത്തിയും കാണുന്നുണ്ട്. നീ മുറിയിലിരുന്ന് ചെയ്യുന്ന പാപങ്ങളായാലും
ആരും അറിയാതെ രഹസ്യങ്ങളായാലും ഇതൊക്കെ കർത്താവ് അറിയുന്നുണ്ട്. നിന്റെ ഉള്ളിലെ ഹൃദയം വരെ കർത്താവ് അറിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2, ദൈവിക സാന്നിധ്യമുള്ളവരുടെ വളർച്ച ഏറ്റവും വലുതായിരിക്കും. അതാണ് ഈ കഴുതക്കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്. ദൈവിക സാന്നിധ്യമുണ്ടായ ഈ കഴുത വളരെ വലിയൊരു വളർച്ചയിലേക്ക്, അത്രയും നാൾ ആരും വേണ്ടാത്ത കഴുതയെ കർത്താവ് വലിയൊരു വളർച്ചയിലേക്ക് കൊണ്ടുപോയത്. നമ്മളൊക്കെ കഴുതകളായിട്ട് മാറ്റിയിട്ടുണ്ടാകും. നിന്നുള്ളിൽ ദൈവിക സാന്നിധ്യം നിറഞ്ഞു കഴിഞ്ഞാൽ ആര് നിന്നെ മനുഷ്യർ കഴുതയാക്കി കളഞ്ഞു കഴിഞ്ഞാലും ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. നിന്നെ നിന്റെ അധികാരികളോ നിന്റെ കൂടെയുള്ളവർ കഴുതകളായിട്ട് കരുതിയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ വലിയ കഴിവൊന്നുമില്ല. എന്തിനു വേണ്ടിയാണ്? കളറില്ല, അല്ലെങ്കിൽ ഒരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് നിന്നെ മാറ്റിയിട്ടാലോ, ഓർക്കുക, നിന്റെ ഉള്ളിൽ ദൈവിക സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തിയെ കർത്താവ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. മനുഷ്യരെ നിന്നെ എത്ര വിലയിരുത്തിയാലും നീ ഇങ്ങനെ പട്ടിയായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമെന്നുള്ളത് മറക്കാതിരിക്കുക. 3-ാമതായിട്ട് ഇതിനെ എവിടേക്ക് കൊണ്ടുപോകുന്നെന്ന് ചോദിച്ചപ്പോൾ ആ ഉടമസ്ഥനോട് പറഞ്ഞു കർത്താവിന് ആവശ്യമുണ്ട്. പിന്നെ ഉടമസ്ഥൻ ഒന്നും നോക്കിയില്ല. ലാഭക്കണക്കുകളോ അതുപോലെ നഷ്ടക്കണക്കുകളോ ഒന്നും ഉടമസ്ഥൻ നോക്കിയില്ല. യേശുവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിന് ചില കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാഭക്കണക്ക് നോക്കരുത് എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ തന്നത് ദൈവമാണ്. അതുകൊണ്ട് നിന്റെ ഇടവകയിലാകാം, നിന്റെ ദേവാലയത്തിന് വേണ്ടി, നിന്റെ ദേവാലയത്തിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. ആരും അറിയാതെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറട്ടെ. ആ ഉടമസ്ഥൻ പേരോടെ വന്നില്ലെങ്കിലും നാളെ നമ്മൾ ഓരോരുത്തരുമായിട്ട് മാറട്ടെ. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന സമയമാകാം, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന പാട്ടുകളാകാം, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ശുശ്രൂഷകളാകാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്താകാം. ലാഭമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ദൈവം നിനക്ക് ഇരട്ടിയായിട്ട് തരുമെന്നുള്ളതാണ്. മറക്കാതിരിക്കാം, പ്രാർത്ഥിക്കാം. ഈ നോമ്പിൽ ഏറ്റവും ദൈവാനുപ്രദമായി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടെ നിന്ന് വിനീതനായ യെരൂശലേമിൽ പ്രവേശിച്ച് മെശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകല ജനപദങ്ങളും മിശിഹായെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും ഇടയാക്കുന്ന കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭൂമിയിൽ മിശിഹായ്ക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മിശിഹായെ പോലെ വിനയത്തോടും എളിമയോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹെബ്രായ പൈതങ്ങളുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിയ കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യത്തിരകത്തലരുത്. അങ്ങയുടെ സഗണമായ ജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലനാഥനായ ദൈവത്തിന്റെ കൃപാസമൃദ്ധ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കടക്കഴികളേറ്റേ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചേക്കുകയും ചെയ്യട്ടെ. മേഘത്തേരേറി വന്നവനെ പോലെ ബാലകർ കീർത്തിച്ചു ദൈവിക ഭവനം പൂകിടുവാൻ അണയും നീശോ വിനയമോടെ ഉന്നത വീതിയിലോശാന നിത്യ
ധന്യം രക്ഷകനോശാനാം ഉന്നതനാം നാഥൻ സംപൂജ്യൻ. പ്രാർത്ഥിക്കാം. ലാഭക്കണക്കുകൾ നോക്കാതെ, നഷ്ടക്കണക്കുകൾ നോക്കാതെ കർത്താവിന് കൊടുത്തുകൊണ്ടിരിക്കുക. കർത്താവിന് വേണ്ടി കൊടുത്തത് ഒരു നഷ്ടമായിട്ട്, ഭാരമായിട്ട് കരുതാതിരിക്കുക. ആ ഉടമസ്ഥൻ വിട്ടുകൊടുക്കുകയല്ല ചെയ്തത്. ആ ഉടമസ്ഥനെ പോലെ നമുക്ക് ഓരോരുത്തർക്കും വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ്. പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യരുത്. കാരണം എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ കൊടുത്തത്, എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ കൊടുത്തത്. തദനുമതുപോ ആത്മജനം ദിവ്യ റൂഹാക്കിം സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിട പവനം ഈ ബലിയിൽ. ആദിയിലെപ്പോൾ എന്നേക്കും ആമേനാമീൻ. സുതനുടെ പ്രേഷിതരെ, ഏകജ സ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തന പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ഉള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പ്രതിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശ്രീരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുക. എളിയവരും പാപികളുമാരും ഞങ്ങൾ അങ്ങേ കാരുണ്യാന്തരികതാൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുക ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി
നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ മറ്റെല്ലാവരും സ്നേഹവും ഐക്യവും ഞങ്ങളുളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും കുരുത്തോലകൾ കരങ്ങളിൽ പിടിക്കാം. ഈ നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെ കടപ്രതിക്കും ഭാവന കാരണമാകട്ടെ. അങ്ങയുടെ നാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരും ശ്രാഫന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലെവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. പാടിടാം, ഈശനവനിമ്മാനുവേലെ വാഴ്ത്തിടാം. ഓരസ്ലേം നാഥന് ഓശാന പാടിടാം, ഈശനവനിമ്മാനുവേലെ വാഴ്ത്തിടാം. ഓരോ നിമിഷവും ഓമനയായി ഞങ്ങളെ കാക്കുന്ന നാഥനെ കൈയടിച്ചു പാടിടാം. ഓരോ നിമിഷവും ഓമനയായി ഞങ്ങളെ കാക്കുന്ന നാഥനെ കൈയടിച്ചു പാടിടാം. കർത്താവായ ദൈവമേ, സൃജനങ്ങളോട് കുടങ്ങിക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങൾ കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകലരുമായി സർവ്വനാമത്തിലൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം കണ്ണുകളുടേക്ക്. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കസയുമെടുത്ത് കൃതദാസ്വതരം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാനീ ചെയ്തങ്ങളെൻ്റെ നാമത്തിൽ നിശ്ച കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കുവീൻ. അങ്ങേ വാഴ്ത്തിയിടും ഞാൻ യേശുനാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശുദ്ധനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവന പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മറഫേൽ മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും തിരുവധ്യക്ഷനായ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും തിരുവധ്യക്ഷനായ മർപ്പുളി കണ്ണുകാട് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, തെരുവോരങ്ങളെയും ജയിലിൽ കഴിയുന്നവർ, നാനാജാതി മതസ്ഥർ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ, നേർന്ന കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും യോഗ്യനായ എനിക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. അങ്ങേ വാഴ്ത്തിയിടും ഞാൻ പാവനാ. ജീവിതായികം ദൈവികമായ രഹസ്യത്തെ സന്തോഷം ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങൾ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവിടെ ഒരു പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖരായതനവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. തന്നാലും നാഥ ആത്മാവിനെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹാവിസ്മയം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ പ്രത്യാശിപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇരുകരങ്ങൾ തുറന്നു പിടിക്കാം, ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വാസിയായ നിന്റെ തിരുനാമത്തിന് സ്തുതിനാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സർവ്വതരം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിപാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗം തുറന്നു വരുന്നു, സ്വലോകനാഥനാം ഈശോ പാടുന്നു മാലാഖവൃന്ദം, വാഴ്ത്തുന്നു മന്നിലെ മക്കൾ. സ്വർഗം തുറന്നു വരുന്നു, സ്വലോകനാഥനാം ഈശോ പാടുന്നു മാലാഖവൃന്ദം, വാഴ്ത്തുന്നു മന്നിലെ മക്കൾ. ഹല്ലേലൂയ, 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 സ്തുതി ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ വേദനകളെയും നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുക. കണ്ണുനീരോടെ നിമിഷം പ്രാർത്ഥിക്കട്ടെ. നമ്മളെ അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. നാഥന്റെ ദിവ്യ ശരീരവും രക്തവും സ്നേഹമോടെ വന്നു സ്വീകരിപ്പിൻ. കരയെല്ലാം നീക്കിയൻ ആത്മാവിൽ ദൈവമേ കൈവല്യ ദീപം കൊളുത്തിയിടണേ. ദൈവത്തിലൊന്നായി നിർമ്മല ചിത്തരായി സർവേശസൂനുവെ സ്വീകരിപ്പിൻ. കരയെല്ലാം നീക്കിയൻ ആത്മാവിൽ ദൈവമേ കൈവല്യ ദീപം കൊളുത്തിയിടണേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഇരുകരകളും എരുതി പിടിച്ച് വിശ്വാസപരമെരുതെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മുടെ മുൻപിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ രക്ഷയ്ക്കായി മുറിക്കപ്പെട്ട ശരീരവും നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടതും ഉടമ്പടിയുടേതുമായ രക്തവും കൈക്കൊള്ളാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിജ്ഞ ജീവനും കാരണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനീണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനേ, നിന്തിരുനാമം വാഴ്ത്തുന്നു. അബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനിനുമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരങ്ങൾക്കൊപ്പം ഒരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്താം. ജെറുസലേം നഗരവേദിയിൽ
ആ ജനക്കൂട്ടം ആർത്ത് ഉല്ലസിച്ച് പാടി കർത്താവിൻ്റെ നാമം. അവരുടെ രക്ഷകനാണെന്ന് അവർക്ക് മനസ്സിലായി, വിളിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ ഇതെൻ്റെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വന്നിരിക്കുന്ന സമയം ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദീപികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. ഓശാന ഗീതങ്ങളുടെ മധ്യ ജെറുസലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ പെസഹാരഹസ്യത്തിൽ പങ്കുചേർന്നവരായ ഞങ്ങൾ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേർന്ന് അഭിരാമം നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്തെ നമ്മുടെ കടങ്ങൾ പൊറുക്കി രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ കറാമസുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചൽസലതയണമേ. നിങ്ങളുടെ മേൽ അവിടുത്തെ കൃപാവരം സുരിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന വലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്ന് ദിവസത്തെ പ്രാർത്ഥന, ഉദ്യമം, യാത്രകൾ, നിയോഗങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്തുതി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.